Hi friends, welcome to Neethas Tasteland. ഇന്ന് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ വീട്ടിൽ തൈര് ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പി. തൈര് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അറിയാത്ത കുട്ടികൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ തൈര് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. എന്താ വെച്ചാൽ വലിയ സംഭവം ഒന്നല്ല, വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ നമ്മൾ ചേർക്കുന്ന വെള്ളത്തിന്റെ അളവും അതുപോലെ തന്നെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി പാലിനാണ് നമ്മൾ എത്ര വെള്ളം ചേർക്കുന്നത്, എത്ര സ്പൂൺ തൈര് ചേർക്കുന്നത്, ആ 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഹോം മെയ്ഡ് തൈര് നമുക്ക് റെഡിയാക്കാം. നമുക്ക് നമ്മുടെ തൈര് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോ പറഞ്ഞുതരാം. ഞാനിപ്പോ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ പാല് നമ്മള് പാല് തിളപ്പിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് 1 ടേബിൾ സ്പൂൺ തൈരാണ്. അതിപ്പോ നമ്മൾ ചേർക്കില്ല. പാല് നന്നായിട്ട് തിളച്ച് കുറുകി ചൂട് കുറഞ്ഞു വരുമ്പോഴേ നമ്മൾ തൈര് ചേർക്കുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് പാല് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കാം. തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കണം. പാല് തിളച്ച് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. സ്റ്റീലിന്റെ പാത്രങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സൈഡിൽ ഇങ്ങനെ കരിഞ്ഞു വരും പാല് തട്ടിയിട്ട്. അത് പേടിക്കണ്ട, അത് സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് മാത്രമാണ്. പാല് കറക്റ്റായിട്ട് കുക്കായി വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് തിളപ്പിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ആ പാല് കുക്കായി വരുമ്പോഴുള്ള ആ ഒരു സ്മെല്ലും അത് നന്നായി തിക്കായി വരുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റും. അറിയാത്ത ആളുകൾക്ക് ഞാനിപ്പോൾ ടൈം പറഞ്ഞുതരാം, എത്ര മിനിറ്റാണ് ഞാൻ തിളപ്പിക്കുന്നത് എന്നുള്ളത്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ടൈം കിട്ടുമ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ തൈര് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കുറച്ച് തൈരേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം എന്തെങ്കിലും കറികൾ റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഒരു പാക്കറ്റ് പാലുണ്ടെങ്കിൽ തൈര് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാളൻ പുളിശ്ശേരി പോലെയുള്ള കറികൾ ചെയ്യുമ്പോൾ കുറച്ച് പുളിയുള്ള തൈര് വേണം. നമ്മുടെ റൈത്തയൊക്കെ ചെയ്യുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് മതി. അല്ലാതെയുള്ള നമ്മുടെ കേരള സദ്യ റെസിപ്പീസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന തൈര് ചേർക്കുന്ന കറികളിലെല്ലാം നമ്മൾ പുളിയുള്ള തൈരാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കാളൻ പുളിശ്ശേരി പോലെയുള്ള റെസിപ്പികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് റെഡിയാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തൈര് റെഡി ആക്കിയതിന് ശേഷം ഒരു ദിവസം പുറത്ത് വയ്ക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് പാകത്തിന് പുളി ആയിക്കോളും. പുറത്ത് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ഫ്രിഡ്ജിൽ വെക്കുക എന്നല്ല. നമ്മൾ സാധാരണ ഇപ്പോൾ റൂമിൽ വെക്കില്ല, നമ്മുടെ കിച്ചണിൽ വെക്കില്ല, അതുപോലെ എടുത്ത് വെക്കുക. ഏതെങ്കിലും ഒരു സൈഡിൽ അടച്ച് സേഫായിട്ട് പാത്രത്തിൽ അടച്ചു വെക്കുക. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പുറത്ത് വെക്കുക എന്ന് പറഞ്ഞത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നെ പുളി കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ നമ്മൾ എടുത്ത് സൂക്ഷിച്ചു വെക്കുക. കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതിട്ടോ, അധികം സമയമൊന്നും വേണ്ട. നമുക്കൊരു 10-15 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ റെഡിയാക്കാൻ പറ്റിയ കാര്യമാണത് തൈര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ കുറേ റെസിപ്പീസ് ഉണ്ട്. നമ്മളിപ്പോ ടൊമാറ്റോ സോസിന്റെയും അതുപോലെ തന്നെ നമ്മുടെ സെഷ്വൻ സോസിന്റെ ഒക്കെ വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ കാണാത്ത ആളുകൾ അതൊക്കെ കാണുമ്പോൾ ടൈം കിട്ടുമ്പോൾ ചെയ്യുക. ഇപ്പൊ നമ്മുടെ പാല് തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. ഇനിയിപ്പോ ഞാൻ ഫ്ലെയിം കുറച്ചു. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. പാല് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. കുക്കായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് തിക്കായി വരും. കുക്കായതിനു ശേഷം ഒരു 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ പാല് കറക്റ്റായിട്ട് കുക്കായി വരും. അത് 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പലരുടെയും ഗ്യാസ് സ്റ്റൗവിലെ ഫ്ലെയിമിന്റെ ഇത് വ്യത്യാസം ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബർണറും ചെറിയ ബർണറും ഇപ്പോൾ പല ബ്രാൻഡിലും പല രീതിയിലാണല്ലോ ഫ്ലെയിം ഉണ്ടാവുന്നത്. ആ ഒരു ചൂടിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ എന്ന് പറഞ്ഞത്. നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ ഇതില്. ഇപ്പോ നമ്മുടെ ചില വീഡിയോ ചില ആളുകൾ കാണാതെ ഉണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത റെസിപ്പി തന്നെ വീണ്ടും ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കമന്റ്സ് ചിലതൊക്കെ വരാറുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ യൂട്യൂബില് നീതാസ് ടേസ്റ്റ്ലാൻഡ് എന്നുള്ള ആ ഒരു പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ പ്ലേലിസ്റ്റ്, കമ്മ്യൂണിറ്റി, അങ്ങനെ കുറെ ടാബ്സ് കാണാൻ പറ്റും. പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഓപ്പൺ ആവും. പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് റെസിപ്പിയാണോ വേണ്ടത് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ റെസിപ്പീസും ഓരോ പേരിൽ, ഇപ്പോൾ നാടൻ റെസിപ്പി ആണെങ്കിൽ നാടൻ റെസിപ്പി, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, പിക്കിൾസ് ആണെങ്കിൽ പിക്കിൾ, അങ്ങനെ ഓരോന്നിന്റെയും പേര് കൊടുത്ത് തന്നെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ റെസിപ്പീസും കിട്ടും. നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസിന്റെയും റെസിപ്പീസ് കിട്ടും. അപ്പോൾ ചില ആളുകൾ ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള റെസിപ്പി തന്നെ വീണ്ടും വീണ്ടും ചെയ്യുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാനിപ്പോ ലിങ്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഈ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നോക്കാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് റെസിപ്പിയാണോ വേണ്ടത് അതിൽ നീതാസ് ടേസ്റ്റ്ലാൻഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെസിപ്പിയുടെ പേരും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റെസിപ്പി കിട്ടും. രണ്ട് രീതിയിൽ സെർച്ച് ചെയ്യാം. കൂടുതൽ ഈസി ആയിട്ട് കിട്ടുന്നത് നമുക്ക് പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ സ്നാക്സ് ആണെങ്കിൽ സ്നാക്സിന്റെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ തന്നെ നമ്മൾ സ്വീറ്റ്സ് ആയിട്ടുള്ളതും അല്ലാതെയുള്ള സ്നാക്സും രണ്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ പുതിയ റെസിപ്പീസ് വേണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ കൂടുതൽ പുതിയ റെസിപ്പീസ് ഇന്ന റെസിപ്പീസ് വേണം എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുകയാണെങ്കിൽ ആ കമന്റ് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇന്ന റെസിപ്പീസ് ആളുകൾക്ക് താല്പര്യമുണ്ട്, ഇന്ന റെസിപ്പീസാണ് താല്പര്യം ഉള്ളതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാൻ ആ റെസിപ്പി ചെയ്യാം. അപ്പൊ അങ്ങനെ ഏത് റെസിപ്പി വേണം എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ ആ റെസിപ്പി നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ റെസിപ്പീസിന്റെയും ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഇൻഗ്രീഡിയൻസ് എഴുതിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കേണ്ട. ആ ഒരു വിഷയം വിടുക. അതിനുശേഷം കംപ്ലീറ്റ് വീഡിയോ കണ്ടതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി റെസിപ്പി ചെയ്താൽ മതി. ഇത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്ര വിശദീകരിച്ച് പറയുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ ഇപ്പോൾ വീണ്ടും അതും കമന്റിൽ ചോദിക്കാറുണ്ട് ഇന്ന കാര്യം എത്ര വേണം, അത് എത്ര ചേർക്കണം എന്നുള്ളതൊക്കെ. ഇനിയിപ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളിപ്പോ 7 മിനിറ്റ് ആയി പാല് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തിളച്ചതിന് ശേഷമാണ് 7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിയത്. നന്നായി തിളച്ചു പൊങ്ങിയതിന് ശേഷം ഇനിയിപ്പോ ഈ പാലിന്റെ ചൂടൊന്ന് ചെറുതായിട്ട് കുറഞ്ഞു വരാം. കംപ്ലീറ്റ് ആയിട്ട് ചൂട് മാറിപ്പോവണ്ട. അതിന് മുന്നേ ആയിട്ട് നമുക്ക് തൈര് ചേർക്കാം. ഇനിയിപ്പോ ഇത് ചൂട് മാറി വരട്ടെ. ഇപ്പൊ നമുക്ക് തൈര് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മണ്ണിന്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് പാത്രത്തിലാണോ എടുത്തു വെക്കാൻ താല്പര്യമുള്ളത് ആ പാത്രത്തിൽ എടുത്തു വെക്കാം. ഞാനിപ്പോ മൺചട്ടിയിൽ എടുത്തു വെക്കുന്നേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക. അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചെറു ചൂടുള്ള പാല്, അധികം ചൂട് വേണ്ട, ചെറിയ ചൂട് മതി. പാല് കുറച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തൈരില് ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യാൻ എളുപ്പം. ഇങ്ങനെ കുറച്ച് പാലിലേക്ക് മിക്സ് ചെയ്തിട്ട് വീണ്ടും ബാക്കി പാൽ ഒഴിക്കുകയായിരിക്കും. എന്താന്ന് വെച്ചാൽ നമ്മൾ മുഴുവൻ പാൽ ഒഴിച്ചിട്ട് ചിലപ്പോൾ ചെറിയ ചട്ടിയല്ലേ, അപ്പോൾ ഇളക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ആദ്യമേ മിക്സ് ചെയ്യാന്ന് പറയുന്നത്. നമ്മൾ വലിയ പാത്രത്തിലാണ് തൈര് സെറ്റ് ചെയ്യാൻ വെക്കുന്നതെന്നുണ്ടെങ്കിൽ മുഴുവൻ പാലും ഒഴിച്ചതിന് ശേഷം തന്നെ നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് മുഴുവൻ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ പാലും തൈരും നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം 8 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ തൈര് സെറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോഴും എടുത്ത് ഫ്രിഡ്ജിൽ വെക്കരുത്. തൈര് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ഇത് നമുക്ക് 8 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ഇപ്പൊ നമ്മള് തൈര് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞു. അപ്പൊ നമുക്കിനി തൈരൊന്ന് എടുത്തു നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ തൈര് എന്നുള്ളത്. അപ്പൊ നമ്മുടെ തൈര് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറെ ബൗളിലേക്ക് മാറ്റാം. അപ്പൊ നമുക്കിനി തൈര് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ ഞാൻ പാല് കുക്ക് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പുളി കൂടുതൽ ആവശ്യമാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട, പുറത്ത് തന്നെ വെച്ചിട്ട് യൂസ് ചെയ്യാം. ഇല്ല അധികം പുളി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും തൈര് ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ എന്തോ അപ്പുറത്തെ വീട്ടില് അലക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ സൗണ്ടിന്റെ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.